വെൽക്കം. റഹ്മാനാണ്. ഈ വീഡിയോ മെഡിസിനൽ കെമിസ്ട്രി ആണ്. മെഡിസിനൽ കെമിസ്ട്രി SAR ഓഫ് മോർഫിൻ ലൈക്ക് ഡ്രഗ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. മോർഫിൻ ഒരു നാർക്കോട്ടിക് അനാൾജസിക് ആണ്, നമുക്കറിയാം. ഓപ്പിയോയിഡ് ഡ്രഗ് ആണ്. ഓപ്പിയോയിഡ് റിസപ്റ്റർ ആയിട്ടുള്ള മ്യൂ, ഡെൽറ്റ, കപ്പ അവയിലൊക്കെ പ്രവർത്തിച്ചിട്ടാണ് അനാൾജസിക് ആക്ഷൻ കിട്ടുക. നമുക്ക് ആദ്യം മോർഫിന്റെ സ്ട്രക്ചർ നോക്കാം. മോർഫിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊരു 5 റിംഗ് ഉള്ള ഒരു സ്ട്രക്ചറാണ് മോർഫിൻ. ആദ്യത്തെ റിംഗ് A ആണ്. നമുക്ക് ആദ്യം റിംഗ് ഒന്ന് വരയ്ക്കാം. ഇങ്ങനെ ഇതാണ് ആദ്യത്തെ റിംഗ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്താണ്? റിംഗ് A ആണ്. ഇത് നമുക്കറിയാം ബെൻസീൻ റിംഗ് ആണ്. രണ്ടാമത്തെ റിംഗ് B, അത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. സോ ഇവിടെ വട്ടം വരച്ചിട്ടില്ല, അപ്പൊ ബെൻസീൻ അല്ല. പിന്നെ എന്തായിരിക്കും? സൈക്ലോഹെക്സേൻ ആണ്, അരോമാറ്റിക് അല്ല. മൂന്നാമത്തെ റിംഗ് C ആണ്. അത് 6 മെമ്പർ റിംഗ് ആണ്, അരോമാറ്റിക് അല്ല, പക്ഷെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് റിംഗ് C എന്ന് പറയാം. ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കിടക്കട്ടെ. ഇപ്പൊ ഇത് മൂന്നിനെയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫിനാൻത്രീൻ റിംഗ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഈ 3 റിങ്ങിനെ കൂടി ചേർത്തിട്ട്. ഇനി നാലാമത്തെ റിംഗ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. അത് ഇവിടെ നിന്ന് തുടങ്ങുന്നു. ഹെട്രോസൈക്ലിക് ആണ്. ഇവിടെ തുടങ്ങുന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, എന്നിട്ട് പിന്നെ ഇങ്ങനെ നൈട്രജനിലേക്ക് പോകും. ദെൻ ഇവിടെ ഇപ്പോൾ നൈട്രജൻ ഉണ്ട്. ഹെട്രോസൈക്ലിക് വിത്ത് എ നൈട്രജൻ ആൻഡ് ദിസ് റിംഗ് അപ്പോൾ പിപ്പെരിഡിൻ റിംഗ് ആണ്. ഏത്? റിംഗ് D. അപ്പോൾ ഇത് നമുക്ക് റിംഗ് D എന്ന് വിളിക്കാം. ഈ എല്ലാത്തിനെയും കൂടി ചേർത്തിട്ട് നമുക്ക് വിളിക്കാവുന്നത് ബെൻസൈൽ ഐസോക്വിനോളിൻ എന്ന് വിളിക്കാം. ബെൻസൈൽ ഐസോക്വിനോളിൻ റിംഗ് എന്ന് നമുക്കിതിനെ വിളിക്കാം. ആൻഡ് ഇനി 5ാമത്തെ റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അതും ഒരു ഹെട്രോസൈക്ലിക് ആണ്. അത് ടെട്രാഹൈഡ്രോഫ്യൂറാൻ ആണ്. അല്ലെങ്കിൽ നമുക്കതിനെ ഇവിടെ ഒരു ഈതർ ലിങ്കേജ് ആണെന്ന് പറയാം. ബിറ്റ്വീൻ 4 and 5. അപ്പോൾ നമുക്ക് നമ്പറിംഗ് ഓഫ് ദിസ് റിംഗ് ഒന്ന് ചെയ്താൽ ഇത് ഫസ്റ്റ് പൊസിഷനാണ്, ഇത് സെക്കൻഡ് പൊസിഷനാണ്, ഇത് തേർഡ് പൊസിഷനാണ്, ഇത് ഫോർത്ത് പൊസിഷനാണ്, ഇത് ഫിഫ്ത്ത് പൊസിഷനാണ്, ഇത് 6 ആണ്, ഇത് 7 ആണ്, ഇത് 8 ആണ്. ഇനി 9ാമത്തെ നമുക്ക് ഇതിടാം. 10 ഇത്, 11 ഇതിപ്പോൾ 12 ആണ്, ഇത് 13 ആണ്, ഇത് 14 ആണ്. അപ്പോൾ ഇത് 15 ആയിരിക്കും, ഇത് 16 ആണ്, നൈട്രജൻ 17. സോ ഇതാണ് ഇവിടെ റിംഗ് സിസ്റ്റം നമ്പറിംഗ്. ഇനി നമുക്കിതിനെ മോർഫിനാക്കാൻ വളരെ സിമ്പിളാണ്. 3ാമത്തെ പൊസിഷൻ, റിംഗ് എയിലെ 3ാമത്തെ പൊസിഷനിൽ ഒരു OH ഗ്രൂപ്പ് വയ്ക്കുക. സോ ദിസ് ഈസ് ഫിനോളിക് OH ആണ്, കാരണം ഇത് അരോമാറ്റിക് റിംഗ് ആണ്. അതാണ് ഒരു ചേഞ്ച്. ദെൻ റിംഗ് സിയിൽ ഇവിടെ ഈ 6ാമത്തെ 6th പൊസിഷനിൽ നമുക്കൊരു OH ഇടാം. ഇത് ആൽക്കഹോളിക് OH ആണ്. ആൻഡ് ഇവിടെ ഡബിൾ ബോണ്ട് ഓൾറെഡി ഉണ്ട്. ഇനി 17ാം പൊസിഷനിൽ അല്ലെങ്കിൽ ഈ പിപ്പെരിഡിൻ റിംഗിൽ 17ലുള്ള നൈട്രജനിൽ നമുക്കൊരു CH3 നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ നൈട്രജൻ ഒരു ടെർഷ്യറി നൈട്രജൻ ആണ് ഇവിടെ ഉള്ളത്. സോ ഇതാണ് മോർഫിന്റെ സ്ട്രക്ചർ. ആൻഡ് മോർഫിൻ നാച്ചുറൽ കിട്ടുന്നത് ലീവോഫോം ആണ്. ആൻഡ് മോർഫിനിൽ നമുക്ക് 5 കൈറാൽ സെന്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഇവിടെയാണ് C5ൽ, ഇവിടെ R ആണ്, R ഫോം ആണ്. ആൻഡ് C6 ഉണ്ട്, അവിടെ നമുക്ക് S ഫോം ആണ്. ദെൻ C9 ഇവിടെ ഉള്ളത് R ഫോം ആണ്. ആൻഡ് ദെൻ C13 ഉണ്ട്, ഇവിടെ ഉള്ളത് S ഫോം ആണ്. ദെൻ C14 ഉണ്ട്, ഇവിടെ ഉള്ളത് R ഫോം ആണ്. അപ്പോൾ 5, 6, 9, 13, 14. അപ്പോൾ ഓർത്തിരിക്കാൻ സുഖമാണ്. നമുക്ക് R എന്നോർത്താൻ പറ്റും. ആൻഡ് മൊത്തത്തിൽ ഇത് ലീവോ ഫോം ആണ്. അപ്പോൾ ഇതാണ് മോർഫിൻ. അപ്പോൾ റിംഗ് A മസ്റ്റ് ബി ബെൻസീൻ. ഇത് ബെൻസീനായിട്ട് തന്നെ ഇരിക്കണം ആക്ഷന്. ആൻഡ് റിംഗ് B മസ്റ്റ് ബി സാച്ചുറേറ്റഡ് ആയിട്ട് ഇരിക്കണം. റിംഗ് C പാർട്ട്ലി, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് പാർട്ട്ലി അൺസാച്ചുറേറ്റഡ് ആകാം. ആൻഡ് റിംഗ് D മസ്റ്റ് ബി പിപ്പെരിഡിൻ ആയിരിക്കണം. ആൻഡ് റിംഗ് E ഫ്യൂറാൻ ആയിരിക്കണം, അല്ലെങ്കിൽ ദെർ മസ്റ്റ് ബി ആൻ ഈതർ ലിങ്കേജ് വേണം. സോ ഇതാണ് ആവശ്യങ്ങൾ. ഇനി നമ്മൾ റിംഗ് 1ലോ അല്ലെങ്കിൽ 2ലോ ഇവിടെയൊക്കെ വല്ല ന്യൂക്ലിയർ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ക്ലോറിനോ ബ്രോമിനോ NH2 ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ പണി പാളി. ഡിക്രീസ് അനാൾജസിക് ആക്ഷൻ പോയി കിട്ടും. ഇനി പൊസിഷൻ 3ൽ ഇവിടെ
ഇവിടെ നമ്മൾക്കൊരു ഫിനോളിക് OH വേണം എന്ന് നമ്മൾ കണ്ടു. എസെൻഷ്യലാണ് മോർഫിൻ, അത് നമ്മൾ കണ്ടു. ആൻഡ് ഇവിടെ ഇത് മാറ്റിയിട്ട് OCH3 ആക്കിയാലോ? OCH3 കൊഡീൻ എന്ന് പറയുന്ന മരുന്നിന് ഇവിടെ OCH3 ആണ്. അനാൽജസിക് ആക്ഷൻ കുറവാണ്. മറ്റ് ചില മരുന്നുകൾക്കും കൂടി OCH3 തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഹൈഡ്രോകൊഡോൺ അതിന് ഇവിടെ OCH3 ആണ്. ഓക്സികൊഡോണിന് OCH3 ആണ്. OCH3 ആണ്. പക്ഷെ അവയ്ക്ക് ആക്ഷൻ ഉണ്ട്. അത് കാരണം ഇവിടെ ഇത് മാറ്റിയത് കൊണ്ടല്ല അവിടുത്തെ ആക്ഷൻ, അത് ഇവിടെയും ഇവിടേക്കായിട്ടുള്ള 14 ചെറിയ വ്യത്യാസങ്ങളാണെന്ന് കൂടി നമുക്ക് പുറകെ പറയാം. ആൻഡ് ഹെറോയിൻ എന്ന് പറയുന്ന മരുന്നുണ്ടല്ലോ, ഹെറോയിന് ഇവിടെ ഉള്ളത് OC ഡബിൾ ബോണ്ട് OCH3 ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ അതിന് ഭയങ്കരമായിട്ടുള്ള ആക്ഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അതും ഇവിടെ ഈ സംഭവം ഉള്ളത് കൊണ്ടല്ല, വേറെ സ്ഥലത്താണെന്ന് നമുക്ക് പിന്നീട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ OH ആണ് ബെസ്റ്റ്. അപ്പോൾ ഏതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഹൈഡ്രോമോർഫോണിന് ഇവിടെ OH ആണ്. ഓക്സിമോർഫോൺ അതിനും ഇവിടെ OH ആണ്. മോർഫിനും ഇവിടെ OH ആണ്. ഇനി നമ്മൾ ഇവിടെ ഈ 4നും 5നും ഇടയിലുള്ള ഈതർ ലിങ്കേജ് ഇങ്ങനെ അങ്ങ് പൊളിക്കാന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവിടെ ഒരു H കൊടുക്കുന്നു, ഇവിടെ ഒരു CH3 കൊടുത്താൽ സെപ്പറേറ്റ് ചെയ്യാണ്. അത് ബ്രേക്ക് ചെയ്ത് സെപ്പറേറ്റ് ചെയ്താലും ഫലം പോകും. സോ ഡിക്രീസ് ഓർ ഇല്ല, അനാൽജസിക് ആക്ഷൻ കുറയും. Okay. Ring opening at here decreases action. So link is essential. ഇനി നമുക്ക് 6ാമത്തെ പൊസിഷൻ, 6th പൊസിഷനിൽ ഒരു OH ഉണ്ട്. ഇവിടെ ഒരു OH ഉണ്ട്. ഇത് ആൽക്കഹോളിക് OH ആണ്. ഇത് നമുക്ക് മാറ്റാം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഗുണങ്ങൾ കിട്ടും, ഗുണം കൂടും. മോർഫിന് ഇവിടെ OH ആണ്. ഹൈഡ്രോമോർഫോണിനും ഇവിടെ OH ആണ്. ഇത് രണ്ടിനും OH ആണ്. പക്ഷേ ഓക്സിമോർഫോൺ, ഹൈഡ്രോകൊഡോൺ, ഓക്സികൊഡോൺ ഇവയ്ക്കെല്ലാം ഇവിടെ OH അല്ല. ഇവിടെ ഡബിൾ ബോണ്ട് കീറ്റോ ഗ്രൂപ്പ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിൽ ഈ ഹൈഡ്രോകൊഡോണിന് ഇത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ആക്ഷനാണ് കുറച്ച് കൂടുതൽ, ആക്ഷൻ കുറവാണ്. അതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറ്റ് സ്ഥലങ്ങളിലുള്ള സംഭവങ്ങളാണ്. ഇവിടെ ഓക്സിമോർഫോണിനും ഓക്സികൊഡോണിനും ഇവിടെ OH ഉണ്ട് എന്ന് നമുക്ക് കാണാം. മാത്രമല്ല ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഹൈഡ്രോകൊഡോണിന് ഇവിടെ OCH3 കൂടിയാണ് എന്നുകൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവം ക്ലിയർ. ഇനി പക്ഷെ നമ്മൾ ഇവിടെ മാറ്റി വേറൊരു സംഭവം വെക്കുകയാണ്. അത് നമ്മൾ നേരത്തെ വെച്ചത് തന്നെയാണ്. OC ഡബിൾ ബോണ്ട് OCH2. ഇത് വെച്ച് കഴിഞ്ഞാൽ പണി ഭയങ്കരമായിട്ട് പാളുകയല്ല, ഭയങ്കരമായിട്ട് ആക്ഷൻ കൂടും. സോ ഇത് തന്നെ നമ്മൾ ഇവിടെയും വെച്ചാലോ, OC ഡബിൾ ബോണ്ട് OCH3 ഇവിടെ വെച്ചാൽ ഇതിന് നമ്മൾ എന്താ വിളിക്കുക? ഇതിന്റെ പേരാണ് ഹെറോയിൻ എന്ന് പറയുന്നത്. ഹെറോയിന് മോർഫിനേക്കാൾ 10 ഇരട്ടി എഫക്റ്റ് കൂടുതലാണ്, നന്നായിട്ട് ആക്ഷൻ വർദ്ധിക്കും എന്ന് നമുക്ക് കാണാം. ഇനി 7നും 8നും ഇടയിൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് അത്യാവശ്യമാണ്, അലിസൈക്ലിക് റിംഗ് ആയിരിക്കണം. പക്ഷെ ഇവിടെ ഈ കീറ്റോ വെച്ചിട്ട് ഇവിടെ ഈ ഡബിൾ ബോണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ കീറ്റോ ആക്കുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് മാറ്റിയാൽ കുഴപ്പമില്ല. ഇല്ലാതെ ഡബിൾ ബോണ്ട് മാറ്റി കഴിഞ്ഞാൽ ഫലമില്ല. ഓക്കെ, സോ ഡബിൾ ബോണ്ട് മാറ്റണമെങ്കിൽ ഈ 6th പൊസിഷനിൽ OH മാറ്റിയിട്ട് ഇവിടെ കീറ്റോ ആക്കി കഴിഞ്ഞാൽ അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഫലം പോകും. ഇനി നമുക്ക് 14ൽ നമ്മൾ OH വെച്ചാൽ ഫലമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്സിമോർഫോൺ ആൻഡ് ഓക്സികൊഡോൺ അതിന് 14ൽ OH ഉണ്ട്. ഇനി നമുക്ക് പറയേണ്ടത് ഈ 17 ആണ്. 17ൽ ഒരു നൈട്രജൻ ആണുള്ളത്. ഇവിടുത്തെ നൈട്രജൻ ഷുഡ് ബി ടെർഷ്യറി ആക്കാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ 1 2 3 3 കാർബണായിട്ട് ബൈൻഡിങ് ഉണ്ട്. ടെർഷ്യറി ആണ് ഒപ്റ്റിമം എഫക്റ്റിന് നല്ലത്. ഇനി CH3 മാറ്റി, മോർഫിന് CH3 ആണല്ലോ. CH3 മാറ്റി വേറെ എന്തെങ്കിലും ഗ്രൂപ്പൊക്കെ പിടിപ്പിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയാം. ആ ഗ്രൂപ്പിന്റെ പേര് CH2CH ഡബിൾ ബോണ്ട് CH2 പിടിപ്പിച്ചാൽ പണി പാളി എന്ന് പറഞ്ഞാൽ പോരാ. ഇതിന്റെ പേരാണ് നലോക്സോൺ എന്നാണ് ഇവന്റെ പേര്. നലോക്സോണായി ആന്റഗോണിസ്റ്റിക് എഫക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഈ പൊസിഷനിൽ തൊട്ട് കളിച്ചാൽ സൂക്ഷിക്കുക. വേറൊരെണ്ണം ഞാൻ വരയ്ക്കാം. അതിനിവിടെ CH3 ഉണ്ട്. ആൻഡ് ദെൻ ഇവിടെ ഒരു 3 റിംഗ്, സൈക്ലിക് റിംഗ് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ നാൽട്രക്സോൺ എന്നാണ് വിളിക്കുക. നാൽട്രക്സ്. ആൻഡ് ഇവിടെ തന്നെ നമ്മളൊരു CH3 കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതിന് മീഥൈൽ നാൽട്രക്സോൺ എന്നാണ്. സോ ഇതെല്ലാം നമ്മൾ പഠിച്ചത് ഫാർമക്കോളജിയിൽ പഠിച്ചത് ആന്റഗോണിസ്റ്റ് ആയിട്ടാണ് പഠിച്ചത്. സോ ഇവിടെ തൊട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കുക. എന്നാലും ഒരു എക്സെപ്ഷൻസ് ഞാൻ പറയാം. അവിടെ ഈ എന്നിൽ CH2 ദെൻ ഒരു ബെൻസീൻ റിംഗ് വെച്ച് കഴിഞ്ഞാൽ ഫലം പോകുന്നില്ല എന്നും കൂടി നമ്മൾക്ക് കാണാം.
ഓക്കെ, സോ ഇതാണ് ഒരു എക്സെപ്ഷൻ, മേ ബി ബിക്കോസ് ഓഫ് ദിസ് ബെൻസീൻ റിംഗ്. ഇനി 17 റിംഗ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം, ഇവിടെ വെച്ചൊന്ന് ഓപ്പൺ ചെയ്ത് വിടാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ കുറയും. സോ റിംഗ് ഓപ്പണിംഗ് വീണ്ടും ആക്ഷൻ കുറയ്ക്കും, ആക്ഷൻ മൊത്തം പോകും. നൈട്രജനെ ഇവിടെ നമ്മൾ ഒരു CH3 കൂടി പിടിച്ച് ക്വാട്ടേർണറി ആക്കിയേക്കാം എന്ന് പറഞ്ഞാലും ഫലം പോകും. മാത്രമല്ല അതിന് ക്യുറാരെ ലൈക്ക് ആക്ഷൻ കൂടി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ബേസിക് സ്ട്രക്ചർ മോഡിഫിക്കേഷൻ വെച്ച് മൊത്തം സ്ട്രക്ചർ നോക്കിയാൽ ഇവിടെ നമുക്കറിയാം OH ആണ്, ഇവിടെയും ഒരു OH ഉണ്ട്, ഇവിടെ ഒരു CH3 ആണെങ്കിൽ ഇപ്പോൾ ആരായി, ഇവൻ മോർഫിനായി. ഇതാണ് മോർഫിൻ. ഇവിടെ മാത്രം, ബാക്കി ഇതൊക്കെ സെയിം ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ CH3O പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവം ആരായി, കുഡീനായി. സോ ദിസ് ഈസ് കുഡീനായി. ഇനി 3ലും 6ലും ഇവിടെയും രണ്ട് സ്ഥലത്തും O വയ്ക്കുന്നു, C ഡബിൾ ബോണ്ട് O വയ്ക്കുന്നു, ആൻഡ് CH3 ഇവിടെ വരയ്ക്കുന്നു. ആൻഡ് ഇവിടെയും 6ലും നമ്മൾ അതേപോലെ ചെയ്യുന്നു, വരയ്ക്കുന്നു, C ഡബിൾ ബോണ്ട് O വരയ്ക്കുന്നു, CH3 വെച്ചാൽ ഇവന്റെ പേരാണ് ഹെറോയിൻ എന്ന് പറയുന്ന സംഭവമായി. ഇനി 3ൽ നമുക്ക് OH തന്നെ കൊടുക്കാം, 6ൽ നമുക്ക് ഇവിടെ ഒരു കീറ്റോ കൊടുക്കാം, 14ൽ ഒരു OH കൊടുത്താൽ ഇവിടെ ഒരു CH3 കൂടി കൊടുത്താൽ ഇതാണ് ഓക്സിമോർഫോണായി. ഇതിനിവിടെ സംഭവം കേട്ടോ, CH3 ഞാൻ വരച്ചില്ല എന്ന് കരുതി നോക്കണ്ട. ഇവിടെ കൃത്യം ചെയ്തേക്കാം, ഇവിടെ OH വെച്ചേക്കാം, ആൻഡ് ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ല എന്നും കൂടി ഒന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ഇവിടെ OCH3 പിടിപ്പിക്കുന്നു, ഇവിടെ നമ്മൾ കീറ്റോ പിടിപ്പിക്കുന്നു, ഇവിടെ അത് പോകും. ആൻഡ് ബാക്കി ഇവിടെ CH3 പിടിപ്പിച്ചു കഴിഞ്ഞാൽ എന്താകും, ഇതാണ് ഹൈഡ്രോകൊഡോണായി. ഇനി ഇവിടെ അതേപോലെ തന്നെ വീണ്ടും OCH3 പിടിപ്പിക്കുന്നു, ഇവിടെ കീറ്റോ പിടിപ്പിക്കുന്നു, ഇത് മാറ്റുന്നു. 14ലൊരു OH കൂടി പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഓക്സികൊഡോണായി. ഇനി 3ൽ OH തന്നെ പിടിപ്പിക്കുന്നു, 6ൽ ഇവിടെ സംഭവം ഇത് പിടിപ്പിക്കും, അപ്പോൾ ഇത് പോകും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇവിടെ ഒരു OH പിടിപ്പിക്കും. ഇത്രയും ബേസിക് വെച്ചിട്ട് നമ്മൾ ഇവിടെ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ, അത് ഓൾറെഡി നമ്മൾ കണ്ടാണ്, CH2 CH ഡബിൾ ബോണ്ട് CH2 വെച്ച് കഴിഞ്ഞാൽ നലോക്സോണായി. ആൻഡ് ഇത് സെയിം തന്നെ വെക്കുക, ഇവിടെ CH3 വെക്കുക, ദെൻ ഇങ്ങനെ റിംഗ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നാൽട്രക്സോണായി, നാൽട്രക്സോൺ. ആൻഡ് ഇവിടെ വീണ്ടും ഒരു CH3 കൂടി പിടിപ്പിച്ചു കഴിഞ്ഞാൽ മീഥൈൽ നാൽട്രക്സോണായി, ഇതില്ലെങ്കിൽ വെറും നാൽട്രക്സ്. സോ ഇതാണ് ഇവിടെ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ സ്ട്രക്ചേഴ്സ് നിങ്ങളൊന്ന് കൺഫേം ചെയ്തേക്കുക. ഞാൻ സ്ഥിരം കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ അല്ല, സ്ഥിരമല്ല, കെമിസ്ട്രിയെ പഠിപ്പിക്കുന്നില്ല, ഫാർമക്കോളജി പഠിപ്പിക്കുമ്പോൾ കെമിസ്ട്രി അതിൻ്റെ കൂടെ നോക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.